കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു അതിഥി നമ്മളെ തേടി എത്തിയിട്ടുണ്ട്. വന്ന അതിഥിയുടെ പേര് രാഗസുധ എന്ന. സർ, ശ്രീലക്ഷ്മി, എന്തു പറ്റി സർ? ഇവിടെ വന്ന് കയറി ആ ഫോൺ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. സാറിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്തേലും പ്രശ്നമുണ്ടോ? എന്തു പറ്റി സർ? നത്തിങ് ശ്രീലക്ഷ്മി. തനിക്ക് തോന്നുന്നത് ഐ ആം ഓക്കെ. ഞാനിങ്ങനെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്താ സർ ഇത്? ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവിടെ രാജാറാം സാറും സാന്ദ്ര മാഡം ഒക്കെ ഇല്ലേ? സാർ എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ? സാറിനോടൊപ്പം ഒരു യാത്രയൊക്കെ ചെയ്ത് ഫ്രീ ആവാന്ന് കരുതിയാ ഞാനിവിടെ വന്നത്. ഇവിടെ വന്നിട്ടും സാർ അവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നു. ഇനി അതല്ല, അത്രയും ഇമ്പോർട്ടന്റ് ആയ വർക്ക് വല്ലതും നാളെ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെ തന്നെ മടങ്ങാം. അതിൻ്റെ ഒന്നും ആവശ്യമുള്ളൂ. ഇനി അതും പറഞ്ഞ് ശ്രീലക്ഷ്മിക്കുട്ടി പണം കണ്ട നോക്കിയേ, എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഗുഡ് ബൈ. ഞാനൊരു കാര്യം പറയട്ടെ? എന്താ? പണ്ട് ഇതുപോലൊരു റൂമിൽ വെച്ച് സാർ എന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞത് ഓർമ്മയുണ്ടോ? പിന്നെ മറക്കാൻ പറ്റുമോ? അന്ന് സാറ് പറഞ്ഞതൊക്കെ ഞാൻ ഉറങ്ങിക്കിടക്കാന്ന് കരുതിയിട്ടല്ലേ? ഇപ്പോ അതുപോലൊരു രാത്രി ഞാനും സാറും. ഞാൻ ദേ ഇവിടെ അന്നത്തെ പോലെ കിടക്കാം. സാർ അന്ന് പറഞ്ഞ പോലെ എന്നോട് ഒന്നുകൂടി ഇഷ്ടാന്ന് പറയോ? അതെന്തിനാണോ? കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ഭാര്യ ഭർത്താവ് എന്ന ഭാരിച്ച ഉത്തരവാദിത്വം കാരണം പഴയ ശ്രീലക്ഷ്മിയെയും പഴയ രവിസാറിനെയും പലപ്പോഴും നഷ്ടപ്പെടുന്ന പോലെ. അതെനിക്കും തോന്നിയായിരുന്നു കേട്ടോ. അതിനാ ഞാൻ പറഞ്ഞത്, ആ ഒരു സീൻ മാത്രം നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ? ഓക്കെ. ശ്രീലക്ഷ്മിക്കറിയോ, സത്യം പറഞ്ഞ ഇതുവരെ ഞാൻ മൂടിവെച്ചൊരു സത്യം തന്നോട് ഞാൻ പറയാൻ പോവാ. എനിക്ക് ശ്രീലക്ഷ്മിയെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ശ്രീലക്ഷ്മി, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു സോ മച്ച്. ശരിക്കും? ശരിക്കും. പിന്നെന്താ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ പറഞ്ഞത്? അത് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാടുള്ള കാര്യങ്ങളിൽ ഒരു കാര്യം എന്താണെന്ന് അറിയോ എന്റെ ശ്രീകുട്ടിക്ക്? എന്താ?
ഇഷ്ടപ്പെടുന്ന ആളുടെ മുഖത്ത് നോക്കി എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പൊ പറഞ്ഞപ്പോൾ പോലും ദേ നെഞ്ചിടിപ്പ് കൂടി. ആണോ? ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ ടെൻഷനൊക്കെ മാറിയോ? മാറ്റിയല്ലോ താൻ. ഉറപ്പ്? ഉറപ്പ്. എങ്കിലേ എനിക്ക് ആഹാരം കഴിക്കണം. നല്ല വിശപ്പ്. അയ്യോ സോറി ശ്രീലക്ഷ്മി, ഞാനത് ഓർത്തില്ല. വാ. അതെടുത്തു. യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ, തനിക്ക് ഞാൻ ഭക്ഷണം വാരിത്തരാം. താങ്ക് യു സർ. താങ്ക്സോ? അതെന്തിനാ? എന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും സാർ കൂട്ടു നിൽക്കുന്നതിന്, സാറിന്റെ തിരക്കുകളും ടെൻഷനുകളും മാറ്റിവെച്ച് എനിക്കായിട്ടിങ്ങനെ സമയം ചെലവഴിക്കുന്നതിന്. സാറിനെ പോലെ വലിയൊരാള് എന്നെപ്പോലെ ഒരു സാധാരണ പെൺകുട്ടിയെ ഇത്രയൊക്കെ സ്നേഹിക്കുന്നില്ലേ? അതൊക്കെ എന്റെ ഒരു ഭാഗ്യല്ലേ? ഒരു പിടി ആഹാരം കഴിച്ചപ്പോഴത്തേക്കും ഫിലോസഫി ആണല്ലോ വരുന്നത്. ഓ സർ, ഇത് ഫിലോസഫി ഒന്നും അല്ല. ഞാൻ എന്റെ മനസ്സിലുള്ളത് പറഞ്ഞതാ. സമ്മതിച്ചു. ഇനി അതിന് പിണങ്ങണ്ട. എന്നെ പോലൊരാള് തന്നെ പോലൊരു സാധാരണ പെൺകുട്ടിയെ അസാധാരണമായിട്ട് പ്രണയിക്കുന്നു. ഓക്കെ ഓക്കെ. ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള കാമുകിയും ഏറ്റവും ഭാഗ്യം ചെയ്ത ഭാര്യയും എന്റെ ശ്രീലക്ഷ്മി കുട്ടിയാണ്. ഓ പിന്നെ എന്താ അല്ലേ? അതെ. എങ്കിതാ ഇത് കഴിക്ക. മതി. കഴിച്ചത് റെയിലോട്ട് പോ.
ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, ഇത്രയും രാവിലെ ശ്രീലക്ഷ്മി എവിടെ പോയി? ഫോൺ എടുക്കുന്നില്ലല്ലോ. കുട്ടി, ഈ ഫോട്ടോയിൽ കാണുന്ന ഇവരെ കണ്ടിട്ടുണ്ടോ? തെരിയില്ല മാം. ചേച്ചി, ഈ കുട്ടി ഇവിടെ കണ്ടിട്ടുണ്ടോ? തെരിയാതമ്മ. ആ ചേച്ചി, ഈ കുട്ടി അറിയോ? തെരിയാതെ തെരിയാതെ. ശോ, ഇന്നും രാഗസുധ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ. ഞാൻ ഇത്രയും ദൂരം വന്നത് വെറുതെ ആയോ? ദേവി, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്റെ മുന്നിലേക്ക് രാഗസുധ വരുന്നതും കാത്ത ഞാൻ ദേവിയുടെ സന്നിധിയിൽ നിൽക്കുന്നത്. എന്നെ നിരാശപ്പെടുത്തരുത്. അപേക്ഷയാ, പ്രാർത്ഥനയാ. അയ്യോ, രവി സാറാണല്ലോ വിളിക്കുന്നത്. സാർ എണീറ്റ് കാണും. പറയാതെ വന്നതിന്റെ ദേഷ്യത്തിലാവും സാറ്. സാറിനോട് എന്ത് പറയും? ഹലോ സാർ. ഹലോ ശ്രീലക്ഷ്മി, താനിത് എവിടെയാ? സാർ, അത് ഞാൻ... ഹലോ ശ്രീലക്ഷ്മി, ഹലോ, കേൾക്കാമോ? താനിത് എവിടെയാ? സാർ, ഞാനിവിടെ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിലോ? അതെ സാർ, ഞാൻ രാവിലെ വിശേഷാൽ പൂജയ്ക്ക് വേണ്ടി വന്നതാ. സാറ് നല്ല ഉറക്കമായിരുന്നു. സാറിനെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച ഞാൻ സാറിനെ ഉണർത്താതെ ക്ഷേത്രത്തിലേക്ക് വന്നത്. എന്താ ശ്രീലക്ഷ്മി, പരിചയമില്ലാത്ത നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒറ്റക്കിറങ്ങി യാത്ര ചെയ്യുന്നത് സേഫ് അല്ലാന്ന് തനിക്കറിയില്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ട് താൻ എന്തിനാ എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നത്? സോറി സാർ. സാർ ഉണരുന്നതിന് മുൻപ് വരാമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ പൂജ തുടങ്ങാൻ വൈകുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു വരാം സാർ. നോ നോ നോ, താൻ ഇങ്ങോട്ട് തനിച്ചു വരണ്ട. യു ജസ്റ്റ് വെയിറ്റ്, ഞാൻ അങ്ങോട്ട് വരാം. ഡാഷ്, വണ്ടി അമ്പലത്തിലേക്ക് പോകും. സാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രാഗസുധയെ അന്വേഷിക്കാൻ പ്രയാസമാവും. രവി സാർ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് രാഗസുധയെ കണ്ട് സംസാരിക്കണം. ഹലോ രവി. ആ രാജാറാം, അവളെ കിട്ടിയോ? സോറി രവി, ഞാൻ മാക്സിമം ശ്രമിച്ചു, പക്ഷെ കണ്ടെത്താനായില്ല. ഐ എം സോറി രവി. രാജാറാം, നീ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? എന്തെങ്കിലും അവൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവളെ കണ്ടെത്തും രവി. ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. റിയൽ പ്രോബ്ലം ഓൾറെഡി സ്റ്റാർട്ടഡ് രാജാറാം. ഫൈൻഡ് ഹർ ഇമ്മീഡിയറ്റ്ലി. രാഗസുധ. തിരുമേനി, ഇന്നലെയും ഇന്ന് ഇത്ര നേരായിട്ടും രാഗസുധയെ കണ്ടില്ലല്ലോ തിരുമേനി. സാധാരണ അങ്ങനെ കോവിലേക്ക് വരാതിരിക്കുന്നതല്ല, വരും, എന്നും വരാറുള്ളതാ. ഇനി എന്തു പറ്റി? വേറെ എവിടേക്കെങ്കിലും പോയതായിരിക്കോ? രാഗസുധയെ കുറിച്ച് അറിയാൻ
മോൾ ഇത്രയും ആഗ്രഹിക്കുന്നതുകൊണ്ട് ചോദിക്കുക. മോള് രാഗസുധയുടെ ആരാ? ഞാൻ രാഗസുധയുടെ ചേച്ചിയാ. രാഗസുധയുടെ ചേച്ചിയോ? രാജനന്ദിനി അല്ലാതെ തനിക്ക് വേറെ ആരുമില്ലെന്നാണല്ലോ രാഗസുധ എന്നോട് പറഞ്ഞത്. പ്രായത്തിലും രാഗസുധയേക്കാൾ ചെറുപ്പമാണല്ലോ കുട്ടി. പിന്നെങ്ങനെ? രാഗസുധ പറഞ്ഞ രാജനന്ദിനി ഞാൻ തന്നെയാ. എന്റെ അനിയത്തിയാ രാഗസുധ. എന്നമ്മാ സൊല്ലേ? രാജനന്ദിനി മരിച്ചു പോയതല്ലേ? പിന്നെ എങ്ങനെയാ? ഞാൻ പറഞ്ഞത് സത്യമാണ് തിരുമേനി. രാഗസുധ പറഞ്ഞ് ആ രാജനന്ദിനി ഞാൻ തന്നെയാ. ഇവിടെ എത്തുന്നവരെ രാഗസുധ എന്റെ അനിയത്തിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. മോളെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ മോൾ ഒന്നും വിചാരിക്കരുത്. എന്താ തിരുമേനി? രാഗസുധയെ മോൾക്ക് പരിചയം കാണുമായിരിക്കാം. പക്ഷേ രാജനന്ദിനിയാണ് മോളെന്ന് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രാഗസുധയെ കാണുമ്പോൾ പറയരുത്. അത് ആ കുട്ടിക്ക് വലിയ വിഷമമുണ്ടായെന്ന് വരും. ഇതൊക്കെ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അറിയാം തിരുമേനി. ഞാൻ പറയാൻ പോകുന്നത് രാഗസുധയ്ക്ക് ഏറെ സന്തോഷമേകുന്ന കാര്യങ്ങളായിരിക്കും. നല്ലത്. ഒരുപാട് വിഷമിക്കുന്ന ഒരു പാവം പെൺകുട്ടിയാണ് രാഗസുധ. എന്തായാലും മോൾ കാത്തു നിൽക്ക്. രാഗസുധ വരും. പിന്നെ തിരുമേനി, രാഗസുധ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ദാ ഈ നമ്പറിൽ എന്നെ വിളിക്കണം. വിളിക്കാം. ആ. പൂജയ്ക്കുള്ള സമയമായി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അയ്യോ, രവി സാറാണല്ലോ. രാഗസുധയാണെങ്കിൽ ഇതുവരെ വന്നതുമില്ല. ശ്രീലക്ഷ്മി, പൂജകളൊക്കെ കഴിഞ്ഞു, നമുക്ക് പോവാം. അയ്യോ സർ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇന്നിവിടെ ഒരു വിശേഷാൽ പൂജയുണ്ട്. മഹാപൂജ എന്നാ ക്ഷേത്രത്തിലെത്തിയ ചിലർ പറയുന്ന കേട്ടത്. ഓ, അപ്പോ ഉടനെ ഒന്നും നമുക്ക് ഇവിടുന്ന് പോകാനാവില്ലെന്നാണ് താൻ പറഞ്ഞു വരുന്നത്, ആണോ? ശ്രീലക്ഷ്മി, താൻ വീണ്ടും സ്വപ്നലോകത്തേക്ക് പോയോ? ഏയ് ഇല്ല സർ, സ്ത്രീകൾക്കായുള്ള പ്രത്യേക പൂജയാ ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. സാർ അകത്തേക്ക് വരണമെന്നില്ല. സ്ത്രീകളാ ഇവിടുത്തെ മഹാപൂജയിൽ പങ്കെടുക്കാൻ പോകുന്നത്. സാറിന് പൂജയും ആചാരങ്ങളൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ശരി, താൻ പോയിട്ടോ. ശരി സർ.